ഹലോ, വെൽക്കം ടു എൻ സ്കൂൾ ക്ലാസ്സസ്. അപ്പോൾ ഇന്ന് എല്ലാവരും USSൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാമല്ലോ അല്ലേ? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠഭാഗമായിട്ടുള്ള സംഖ്യാലോകം എന്നിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സംഖ്യകൾ ചെറുപ്പം തൊട്ടേ നമ്മൾ സംഖ്യകൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ നമ്മൾ സംഖ്യകൾ എങ്ങനെ പഠിച്ചത്? 1 മുതൽ പഠിക്കാൻ തുടങ്ങി. 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? 2ാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും 100 മുതലുള്ള സംഖ്യകൾ, അത് 100ൽ നിന്ന് തുടങ്ങിയത് ഒരു 1000 വരെയുള്ള സംഖ്യകളിലേക്ക് നമ്മൾ പഠിച്ചു തുടങ്ങി. 3ാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും 1000ൽ നിന്ന് മുകളിലേക്കുള്ള സംഖ്യകളാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. 4ലെത്തിയപ്പോഴോ, 4ലെത്തിയപ്പോൾ നമ്മൾ 1000ൽ നിന്ന് ഒരു 10000 വരെയുള്ള സംഖ്യകളിലേക്ക് എത്തി. നമുക്ക് ഈ 5ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് 10000ൻ്റെ മുകളിലുള്ള സംഖ്യകളാണ്. അതിനെക്കുറിച്ച് നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ? അപ്പോൾ 1ാമത്തെ പാഠഭാഗം നമുക്ക് നോക്കിയാലോ? സംഖ്യാലോകമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യകളിൽ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഏറ്റവും വലിയ ഒറ്റക്ക സംഖ്യ ഏതാണ്? എല്ലാവർക്കും അറിഞ്ഞൂടെ? അത് 9 ആണ് അല്ലേ? അടുത്തത് ഏറ്റവും വലിയ 2 അക്ക സംഖ്യ ഏതാണ്? 99. അതും എല്ലാവർക്കും അറിഞ്ഞൂടെ? എല്ലാ കൂട്ടുകാർക്കും അറിയില്ല. അത് 2 അക്ക സംഖ്യ, ഏറ്റവും വലിയ 2 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ 99 ആണ്. അടുത്തത് ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതാണ്? 999 ആണ് അല്ലേ? അടുത്തത് ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? 9999. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഈ സംഖ്യകൾക്കെല്ലാതും ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതൊന്ന് നോക്കിയാലോ? അപ്പോൾ ആദ്യം ഏറ്റവും വലിയ ഒറ്റ സംഖ്യ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ അല്ലേ? 9 ആണെന്ന്. അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ചെറിയ 2 അക്ക സംഖ്യയല്ല 10 എന്ന് പറഞ്ഞത്. അതുപോലെ ഏറ്റവും വലിയ 2 അക്ക സംഖ്യ നമ്മൾ എന്ത് പറഞ്ഞു? 99 ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതിനോട് കൂടി ഒന്നുകൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 100 കിട്ടും. അപ്പോൾ 100 എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യയാണ്. അതുപോലെ അടുത്ത നമുക്ക് നോക്കിയാലോ? ഏറ്റവും വലിയ 3 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ 999 ആണ്. അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 1000 കിട്ടും അല്ലേ? അപ്പോൾ 1000 നമുക്ക് എന്ത് പറയാം? ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എന്ന് പറഞ്ഞൂടെ? എല്ലാ കൂട്ടുകാർക്കും പറഞ്ഞൂടെ? ഓക്കെ. അടുത്തത് ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ 9999 അല്ലേ? അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 10000 കിട്ടും. 10000 എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയാണ് അല്ലേ? അടുത്ത് നമുക്ക് നോക്കിയാലോ? അപ്പോൾ ഏറ്റവും വലിയ 5 അക്ക സംഖ്യ ഏതാണ്? 99999 ആണ് അല്ലേ? അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു 6 അക്ക സംഖ്യ കിട്ടും. അതാണ് 1,00,000. അപ്പോൾ 1,00,000ന് 6 അക്കങ്ങളുണ്ട്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും വലിയ 6 അക്ക സംഖ്യ ഏതാണ്? 9,99,999 ആണ്. അതിലൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഏറ്റവും ചെറിയ ഒരു 7 അക്ക സംഖ്യ കിട്ടും. അപ്പോൾ ഏറ്റവും ചെറിയ 7 അക്ക സംഖ്യ ഏതാണ്? 10,00,000. അപ്പോൾ ഇനി അടുത്ത മുതൽ പറയാം നമ്മൾ 10,00,000, അതുപോലെ കോടി, 10 കോടി, 100 കോടി, അങ്ങനെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. ഇനി അടുത്തൊരു പ്രവർത്തനം നോക്കിയാലോ? ചുവടെ തന്നിരിക്കുന്ന സംഖ്യകൾ ഏതെല്ലാം സംഖ്യകൾക്കിടയിലാണെന്ന് കണ്ടെത്തുമോ? അപ്പോൾ ഞാൻ ഒരു സംഖ്യ അവിടെ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ വായിക്കുക, അത് ഏതൊക്കെ സംഖ്യകൾക്കിടയിലാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ 4 അക്ക സംഖ്യയാണ് അല്ലേ? ആ 4 അക്ക സംഖ്യ എന്താണ്? ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയായ 1000നും ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയായ 10000നും ഇടയിലുള്ള സംഖ്യയാണ് അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ സ്ഥാനങ്ങളും കൂടി നോക്കാം. അതിൻ്റെ 1ൻ്റെ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ, 1കളുടെ സ്ഥാനത്ത് ഏതാണ്? 5 അല്ലേ? അതിൽ 10ൻ്റെ സ്ഥാനത്ത് എന്താണ്? 4. 100ൻ്റെ സ്ഥാനത്ത് എന്താണ്? 2. 1000ൻ്റെ സ്ഥാനത്തോ? 3. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് വായിക്കാം? 3245. എങ്ങനെയല്ലേ വായിക്കല് നമ്മൾ? അപ്പോൾ നമ്മൾ സ്ഥാനങ്ങളുടെ വില നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ സംഖ്യകളും നമുക്ക് വായിച്ചു തുടങ്ങാം. അടുത്തത് ഇതിനേക്കാളും ഒരു വലിയ നമ്പറാണ് ഞാൻ നൽകുന്നത്. അതെങ്ങനെ വായിക്കാൻ നോക്കാം. അപ്പോൾ ഇത് ഒരു 6 അക്ക സംഖ്യയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ 6 അക്ക സംഖ്യ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ അല്ലേ? 1,00,000 നമ്മൾ പഠിച്ചു. അതും അതിൻ്റെ ഇടയിലും പിന്നെ ഏറ്റവും ചെറിയ 7 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ 10,00,000 നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ആ 2 നമ്പറിൻ്റെ ഇടയിലുള്ള സംഖ്യയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അതിൻ്റെ സ്ഥാനവിലയും കൂടി ഒന്ന് നോക്കിയാലോ? അപ്പോൾ ആദ്യം അതിൻ്റെ 1കളുടെ സ്ഥാനത്ത് എന്താണ്? 8 അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം 8 ആണ്. അതിൻ്റെ 10ൻ്റെ സ്ഥാനത്ത് എന്താണ്? 6. 100ൻ്റെ സ്ഥാനത്ത് എന്താണ്? 2. 1000ൻ്റെ സ്ഥാനത്ത് എന്താണ്? 5. പിന്നെ 10000ൻ്റെ സ്ഥാനത്ത് 3. അത് രണ്ടും ഒരുമിച്ചാണ് വായിക്കൽ. പിന്നെ
ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് എന്താ 4. അപ്പോൾ നമ്മൾ എങ്ങനെ വായിക്കൽ? 4,30,268 അങ്ങനെയാണ് നമ്മൾ ആ ഒരു സംഖ്യ വായിക്കൽ. അപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് സംഖ്യകൾ ഏതൊരു വലിയ സംഖ്യ തന്നാലും നമുക്ക് വായിക്കാൻ കഴിയണം. അതിൻ്റെ സംഖ്യകളെ കുറിച്ച് നമുക്ക് ഏത് സ്ഥാനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതൊക്കെയാണ് ആ ഒന്നാമത്തെ പാഠഭാഗങ്ങൾ നമ്മൾ പറയുന്നത്. നമ്മൾ ഒന്നാമത്തെ ഭാഗമൊക്കെ ഒന്നാമത്തെ ചാപ്റ്ററൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ അല്ലേ. ഇനി രണ്ടാമത്തെ പാഠഭാഗം നമുക്ക് നോക്കാം. രണ്ടാമത്തെ പാഠഭാഗത്തിൻ്റെ പേരാണ് വരകൾ ചേരുമ്പോൾ. അപ്പം ആ പേരിനെ പോലെ തന്നെ വരകൾ ചേരുമ്പോൾ നമുക്ക് ഓരോ രൂപങ്ങൾ ലഭിക്കും. അതിനെക്കുറിച്ചാണ് ഈ പാഠഭാഗങ്ങളിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരു കുത്തിടണേ നമ്മൾ എന്ത് പറയും? ബിന്ദു എന്ന് പറയുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ എവിടെ ഇട്ട ഒരു കുത്തിട്ട് നമ്മൾ അതിന് എന്താ പറയല്ലേ? ഒരു ബിന്ദു നമ്മൾ പറയും അല്ലേ. അപ്പോൾ അതേപോലെ 2 ബിന്ദുക്കൾ യോജിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു വര ലഭിക്കും. അങ്ങനെ 3 ബിന്ദുക്കൾ യോജിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു രൂപം കിട്ടുമല്ലോ അല്ലേ. അതാണ് ത്രികോണം. അത് നമ്മളെല്ലാവരും ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ ഷേപ്പുകൾ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ് ത്രികോണത്തിനെ കുറിച്ചിട്ട് അല്ലേ. അടുത്തത് 4 ബിന്ദുക്കൾ യോജിക്കുമ്പോൾ നമുക്ക് 4 സൈഡുള്ള ഒരു രൂപം ലഭിക്കും അല്ലേ. അതിൻ്റെ പേരാണ് ചതുർഭുജങ്ങൾ. അതിനെന്താ പറയല്? ചതുർഭുജങ്ങൾ എന്നാണ് പറയല്. അപ്പോൾ 4 വശങ്ങളിലെ രൂപങ്ങൾക്ക് എന്താ പറയല്? ചതുർഭുജങ്ങൾ. അങ്ങനെ ചതുർഭുജങ്ങളിൽ എക്സാമ്പിൾ ഒരുപാട് ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. ചതുരമുണ്ട്, പിന്നെ സമചതുരമുണ്ട്. അതൊക്കെ നമുക്ക് ഇനി അടുത്ത പാഠഭാഗങ്ങളിൽ നമുക്ക് നോക്കാം. പിന്നെ 5 വശങ്ങളുള്ള രൂപങ്ങൾ നമ്മൾ എന്ത് പറയും? പഞ്ചഭുജം എന്ന് പറയും. അടുത്തതോ 6 വശങ്ങൾ കൂട്ടി യോജിപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 വശങ്ങളുള്ള രൂപം കിട്ടും. അതിനെ ഷഡ്ഭുജം എന്ന് പറയും. അതുപോലെ തന്നെ 7 വശങ്ങളുള്ള രൂപങ്ങൾ നമ്മൾ എന്ത് പറയും? സപ്തഭുജം എന്ന് നമ്മൾ പറയും. അടുത്തത് 8 വശങ്ങൾ കൂടി ചേരുമ്പോൾ നമുക്കൊരു രൂപം കിട്ടും. അതാണ് അഷ്ടഭുജം. അപ്പോൾ നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം അല്ലേ. അപ്പോൾ 4 വശങ്ങളുടെ രൂപത്തിന് എന്ത് പറയും? ചതുർഭുജങ്ങൾ. പൊതുവായിട്ട് പറയുന്ന പേരാണ് ചതുർഭുജങ്ങൾ. 5 വശങ്ങളുള്ളതിന് നമ്മൾ എന്ത് പറയും? പഞ്ചഭുജം എന്ന് പറയും അല്ലേ. അപ്പോൾ അങ്ങനെ 6 വശങ്ങളുടെ രൂപത്തിന് എന്ത് പറയും? ഷഡ്ഭുജം. 7 വശങ്ങളുള്ള രൂപത്തിന് സപ്തഭുജം. അടുത്തത് 8 വശത്തിനുള്ളതിന് അഷ്ടഭുജം എന്ന് പറയും അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ രൂപങ്ങൾക്കുള്ള പേരുകൾ മനസ്സിലായല്ലോ അല്ലേ. അടുത്തത് നമുക്ക് പറയാൻ പോകുന്നത്, നമ്മൾ ഒരു 2 വരകൾ ഒരു ബിന്ദുവിൽ കൂടി ചേരുമ്പോൾ എന്ത് പറയും? ഒരു കോൺ ഉണ്ടാവുമല്ലോ അല്ലേ. 2 വരകൾ ഒരു ബിന്ദുവിൽ കൂടി ചേരുമ്പോൾ ഒരു കോൺ ലഭിക്കും. ആ കോണിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ കോണിന് നമ്മൾ പേരിടുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ആദ്യം ഒരു കോണുണ്ട്. എല്ലാവരും സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരക്കാം കേട്ടോ. കോണ് വരക്കുമ്പോൾ നമ്മൾ 2 വരകളുണ്ടാവും. അതൊരു ബിന്ദുവിൽ കൂടി ചേരും. അതിന് നമുക്ക് നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സിലുള്ള നെയിംസ് ഒക്കെ ഇടാം. അപ്പോൾ ABCD അല്ലെങ്കിൽ XYZ നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കണേ ABC. അതാണ് ABC എന്ന് കൊടുത്തിക്കണേ. ഇതെങ്ങനെ എഴുതാന്ന് വെച്ചാൽ കോണിൻ്റെ ചിഹ്നം എങ്ങനെയാണ്? കോൺ ABC. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, കോൺ ABC എന്ന് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ കൂടി എഴുതാം? കോൺ CBA. ഇങ്ങനെയും കൂടി നമുക്ക് എന്ത് ചെയ്താൽ കോൺ എഴുതാം. അപ്പോൾ ആകെ ഒരു കാര്യം ശ്രദ്ധിക്കാവുള്ളൂ, ആ ബി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബിന്ദുവാണല്ലേ. അപ്പോൾ ആ ഒരു ഭാഗം എന്ത് ചെയ്യുക? എപ്പോഴും സെൻട്രലാവാൻ നോക്കുക. അപ്പോൾ കോണുകൾ പറയുമ്പോൾ എപ്പോഴും ആ ഒരു ഭാഗം കൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് കോണിൻ്റെ പേര് നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാം. അടുത്ത നമ്മൾ ചതുരം. നമ്മളിപ്പോൾ ചതുർഭുജങ്ങളൊരു ഭാഗമാണ് ചതുരം എന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ചതുരത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കാം. ഒരു വശം മറ്റേ വശത്തിന് കുത്തനെ അല്ലെങ്കിൽ ലംബമായിട്ടുള്ളതും എതിർവശങ്ങൾ തുല്യമായിട്ടുള്ള ഒരു രൂപത്തിന്, 4 വശങ്ങളുള്ള രൂപത്തിനെയാണ് എന്ത് പറയുന്നത്? ചതുരം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ചതുരത്തിന് നമുക്ക് എന്ത് ചെയ്യാം? ചതുരം വരക്കാൻ നമുക്ക് കുത്തനെ ആവണല്ലേ. അപ്പോൾ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരച്ചാൽ എന്തായാലും തെറ്റും. അപ്പോൾ നമുക്ക് ജ്യാമിതീയ പെട്ടിയിൽ മട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്, സെറ്റ് സ്ക്വയർ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് വരക്കൽ? ചതുരങ്ങൾ വരക്കൽ. അത് വെച്ച് വരക്കുമ്പോൾ എന്ത് ചെയ്യും? കറക്റ്റ് എന്ത് ചെയ്യും? ആ കുത്തനെ നമുക്ക് കിട്ടും. അപ്പോൾ ജ്യാമിതീയ പെട്ടിയിൽ നമുക്ക് ആ മട്ടം ഉപയോഗിച്ച് നമുക്ക് പല ജ്യാമിതീയ രൂപങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് കാര്യമായിട്ട് നമ്മൾ വരകൾ ചേരുമ്പോൾ കിട്ടുന്ന കുറേ രൂപങ്ങളും, പിന്നെ അത് ചതുരം, പിന്നെ ചതുരം എങ്ങനെ വരയ്ക്കുക, മട്ട ഉപയോഗിച്ചാണ് ചതുരം വരയ്ക്കുക, ഈ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും പാഠഭാഗങ്ങളോടൊന്ന് പോയി നോക്കി. നമുക്കന്ന് മൂന്നാമത്തെ പാഠഭാഗം നോക്കാം അല്ലേ. മൂന്നാമത്തെ പാഠഭാഗത്തിൻ്റെ പേരാണ് ഭാഗം വയ്ക്കൽ. അപ്പോൾ ഭാഗം വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. നമ്മൾ കുറച്ച് ഒരു സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്തായിക്കോട്ടെ, കേക്ക് ആവാം, അല്ലെങ്കിൽ കുറച്ച് മിഠായി ആവാം, എന്തായിക്കോട്ടെ, ഒരു കുറച്ച് ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുക? തുല്യമായിട്ട് ഓരോരുത്തർക്കും എത്തിക്കുക. ഒരു ഗ്രൂപ്പ് ആളുകൾക്ക് അത് എത്തിക്കുക. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഓരോരുത്തർക്കും എത്ര ലഭിച്ചു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാത്സിൽ നമ്മൾ ഒരു വഴിയിലൂടെ ചെയ്യും. ആ ഒരു
കാര്യങ്ങളാണ് എന്ത് ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ഒരു എക്സാമ്പിളൂടെ പോയി പറയാം, അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ ഭാഗം വയ്ക്കൽ ആകെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പറയണത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു കുടുംബത്തിൽ 4 അംഗങ്ങളുണ്ട്. അച്ഛന്, അമ്മ, മോന്, മോള്. അങ്ങനെ ആദ്യത്തെ ദിവസം അച്ഛൻ എന്ത് ചെയ്ത് 4 വട കൊണ്ടുവന്ന്. അങ്ങനെ അത് മക്കളോട് മോനോട് പറഞ്ഞ് 4 വട ഉണ്ട്, അതിന് തുല്യമായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ മോൻ എന്ത് ചെയ്ത് ആദ്യം 4 വട, ഒരു വട എന്ത് ചെയ്ത് അച്ഛന് കൊടുത്തു, പിന്നെ ഒരു വട അമ്മക്ക് കൊടുത്തു, ഒന്ന് മോൾക്ക് കൊടുത്തു, ഒന്ന് അവന് കൊടുത്തു. അപ്പം 4 വട തുല്യമായിട്ട് ഓരോരുത്തർക്ക് കൊടുത്തു അല്ലേ. അപ്പോൾ ഒരാൾക്ക് എത്ര വട കിട്ടി? ഒരു വട വീതം ലഭിച്ചു അല്ലേ. ഇനി അതേപോലെ അപ്പോൾ ഈക്വലായിട്ട് എല്ലാവർക്കും തുല്യമായിട്ട് തന്നെ അവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ദിവസം അച്ഛൻ എന്ത് ചെയ്ത് 6 വട കൊണ്ടുവന്നു. അപ്പോൾ 6 വടയിൽ അതേപോലെ മോളെ വിളിച്ചിട്ട് പറഞ്ഞ് 6 വട തുല്യമായിട്ട് വീതിച്ച് നൽകാൻ പറഞ്ഞ്. അങ്ങനെ തുല്യമായിട്ട് വീതിച്ചു കൊടുക്കാൻ ആദ്യം എന്ത് ചെയ്ത് ഓരോ വട വീതം ഓരോരുത്തർക്ക് നൽകി. ആദ്യം അച്ഛനക്കൊരു വട കൊടുത്തു, പിന്നെ അമ്മക്കൊരു വട കൊടുത്തു, പിന്നെ ഒന്ന് മോൻക്ക് കൊടുത്തു, ഒന്ന് അവളെടുത്തു. അങ്ങനെ ഓരോ വട വീതം നൽകി. അപ്പോൾ ബാക്കി ബാലൻസ് എത്ര വട ഉണ്ട്? 2 വടം കൂടി ഉണ്ട് അല്ലേ. അത് മോനും മോളെടുത്താൽ തുല്യമായിട്ട് വീതിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ അല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്ത് അതിൽ ഒരു വട എടുത്തിട്ട് പകുതിയാക്കി, അത് അച്ഛനും അമ്മക്കും കൊടുത്തു. പിന്നത്തെ ഒരു വടയും കൂടി ഉണ്ട്, അതും പകുതിയാക്കിയിട്ട് എന്ത് ചെയ്ത് മോളും മോനും എടുത്തു. അപ്പോൾ എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടിയില്ലേ. അപ്പോൾ ആദ്യം വീതിച്ചതിൽ ഒരു വടയും കിട്ടി, രണ്ടാമത്തെ വീതിച്ചതിൽ എന്ത് ചെയ്ത് അര ഭാഗവും കിട്ടി. അപ്പോൾ ടോട്ടൽ എത്ര ഭാഗം കിട്ടി? 1.5 ഭാഗം കിട്ടി അല്ലേ. 1.5 1.5 കിട്ടി. ഇനി അടുത്തത് മൂന്നാമത്തെ ദിവസം എന്ത് ചെയ്ത് അച്ഛന് 8 വടയാണ് ആകെ കൊണ്ടുവന്നത്. അതെന്ത് ചെയ്ത് തുല്യമായിട്ട് വീതിച്ച് നൽകാൻ പറഞ്ഞു. അപ്പോൾ തന്നെ എന്ത് ചെയ്ത് മോന് പറഞ്ഞു ഞാൻ വീതിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൻ വന്നിട്ട് എന്ത് ചെയ്തു 8 വട വാങ്ങിച്ചു. ആദ്യം എന്ത് ചെയ്ത് ഓരോരുത്തർക്ക് ഓരോ വട വീതം നൽകി. അപ്പോൾ എന്ത് ചെയ്ത് അച്ഛനക്കൊന്ന് കൊടുത്തു, അമ്മക്കൊന്ന് കൊടുത്തു, അവനൊന്ന് കൊടുത്തു, മോൾക്കൊന്ന് കൊടുത്തു. അപ്പോൾ ആകെ ഓരോ വട വീതം കൊടുത്ത്. പിന്നെയും എന്തുണ്ട് ബാലൻസ് ഉണ്ട്, 4 വടയും കൂടി ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്ത് അതും അതേപോലെ ഷെയർ ചെയ്തു. അങ്ങനെ പിന്നെയും അച്ഛനക്കൊന്ന് കൊടുത്തു, അമ്മക്കൊന്ന് കൊടുത്തു, മോൾക്കൊന്ന് കൊടുത്തു, അവനൊന്ന് കൊടുത്തു. അങ്ങനെ എന്ത് ആകെ 8 വട എന്ത് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ഓരോരുത്തർക്ക് എത്ര വീതം കിട്ടി? 2 എണ്ണം വീതം കിട്ടി അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമ്മളിങ്ങനെ കണക്ക് മാത്സിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ 4 വട അല്ലേ. 4 വട എന്ന് പറഞ്ഞാൽ ആകെ എത്ര വട ഉണ്ട്? 4 വട ഉണ്ട്. എത്ര പേരുണ്ട് ഇവിടെ? 4 അംഗങ്ങളെല്ലാം വീട്ടിലുള്ളത് അമ്മയും അച്ഛനും മോളും മോനും 4 അംഗങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആകെയുള്ള ആ ഐറ്റത്തിന് എന്ത് ചെയ്ത് എത്ര വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് അതിനെ ഹരിച്ചാൽ എന്ത് കിട്ടും? ഓരോരുത്തർക്കും കിട്ടിയ സംഖ്യ കിട്ടും. ഓരോരുത്തർക്ക് എത്ര വട കിട്ടി നോക്കും. അതിൽ ആദ്യം 4 വട, ടോട്ടൽ 4 അതിൽ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്? 4 ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഹരിച്ചൂടെ? 4ൽ എത്ര 4 ഉണ്ട്? ഒരു 4. അപ്പോൾ ആകെ 4ന്ന് 4 പോയാൽ 0. അപ്പോൾ എന്ത് കിട്ടി? ഓരോരുത്തർക്കും ഒരു വട വീതം കിട്ടി അല്ലേ. ഇനി രണ്ടാമത്തെ കണക്ക് നമുക്ക്. അതിൽ രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ ദിവസം ആകെ എത്ര വട കൊടുത്തിട്ടുണ്ട്? 6 വട കൊടുത്തിട്ടുണ്ട്. എത്ര വടയാണ്? അപ്പോൾ ആകെ വടകളുടെ എണ്ണം എത്രയാണ്? 6. അതിൽ എത്ര പേരാണുള്ളത്? അപ്പോഴും 4 പേരെന്നല്ലേ ഉള്ളൂ, അമ്മയും അച്ഛനും മോളും മോനും. അപ്പോൾ ആകെ 4 പേരാണുള്ളത്. അതെങ്ങനെ ഓരോരുത്തർക്ക് കിട്ടി? അത് ഹരിച്ചാൽ ആകെ 6 എണ്ണം ഉണ്ട്, അതിന് 4 കൊണ്ട് ഹരിക്കാം. അപ്പം 6 ഹരിക്കണം 4, ഒരു 4. ബാക്കി 6ന്ന് 4 പോയാൽ 2. 2ൽ 4 പോവോ? ഇല്ല. അതിനൊരു 0 ഇട്ട് കൊടുക്കുക, മുകളിലൊരു കുത്തിട്ട് കൊടുക്കുക. അപ്പം 20ൽ എത്ര 4 ഉണ്ട്? 5 4 20. 5 4 20. അപ്പം എന്ത് കിട്ടും? 20 നമുക്ക് കിട്ടില്ല. അപ്പോൾ 1.5. അപ്പോൾ 1.5 വീതം എന്ത് ചെയ്ത് ഓരോരുത്തർക്കും ലഭിച്ചു അല്ലേ. അതാണ് ആ കണക്ക്. ഇനി മൂന്നാമത്തെ കണക്ക് നോക്കിക്കൂടെ നമുക്ക്. മൂന്നാമത്തേൽ എന്താ പറഞ്ഞത്? മൂന്നാമത്തെ ദിവസം അച്ഛന് എത്ര വടയാണ് കൊടുക്കുന്നത്? 8 വട കൊടുത്തിട്ടുണ്ട് അല്ലേ. 8 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. 8 എണ്ണം എത്ര പേർക്കാണ്? 4 പേർക്ക് വീതം തന്നെയല്ലേ കൊടുക്കുന്നത്? 4 പേർക്ക്. അപ്പോൾ അതെന്ത് ആകെ വടകളുടെ എണ്ണത്തിന് എന്ത് ചെയ്താൽ മതി? എത്ര അംഗങ്ങളുണ്ട് അതിനെ കൊണ്ട് ഹരിക്കുക. അപ്പോൾ 8 ഹരിക്കണം 4 എന്ന് പറഞ്ഞാൽ 2 4 എന്താണ്? 8. 8ന്ന് 8 പോലെ 0 കിട്ടിയില്ലേ. ഇപ്പോൾ മൂന്നാമത്തെ ദിവസം എത്ര എണ്ണം കിട്ടി? 2 എണ്ണം വീതം കിട്ടി. അപ്പോൾ നമ്മളെല്ലാവരും എങ്ങനെയാണ് ഓരോരുത്തർക്ക് വീതം വെച്ച് കൊടുക്കാമെന്ന് മനസ്സിലായല്ലോ അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക? ആകെയുള്ള സംഖ്യകൾ എന്ത് ചെയ്താൽ മതി? എത്ര പേരുണ്ട് അതിനെ കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? ഓരോരുത്തർക്കും എത്ര വീതം ഉണ്ടെന്ന് നമുക്ക് ലഭിക്കും. അടുത്തത് ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യും? ഈ പാഠഭാഗങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ഈ ഭാഗം വേഗം മനസ്സിലാവും. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
UP സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി 5A ക്ലാസ്സിലെ കുട്ടികളെ 6 ചെറു സംഘങ്ങളായി തിരിച്ചിരിക്കുന്നു. അധ്യാപിക കുറേ മിഠായി മീനുവിനെ ഏൽപ്പിച്ച് സംഘങ്ങൾക്ക് തുല്യമായി വീതിച്ചു നൽകാൻ പറഞ്ഞു. മീനു എണ്ണി നോക്കി. 48 മിഠായി. 48 മിഠായി 6 സംഘങ്ങൾക്ക് തുല്യമായി വീതിച്ചു നൽകണം. അപ്പോൾ അധ്യാപിക എന്താ മീനിനോട് പറഞ്ഞേക്കണത്? ആകെ 48 മിഠായി കൊടുത്തും ചെയ്തവന് 6 സംഘങ്ങളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഓരോ സംഘത്തിനും ലഭിക്കുന്ന മിഠായികളുടെ എണ്ണമാണ് ഇവിടെ നോക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ആകെ മിഠായി എത്രയുണ്ട്? 48 മിഠായി ഉണ്ട് അല്ലേ? ആകെ മിഠായിയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 48. അതിനെ എത്ര സംഘങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്? ഇവിടെ 6 സംഘങ്ങളല്ല ആക്കിയിട്ടുള്ളത്. അപ്പോൾ 6 കൊണ്ട് എന്ത് ചെയ്യുക? ഹരിക്കുക. ഇതെങ്ങനെ ഹരിക്കാം? 4 പോവില്ല. അപ്പം 48 എത്ര പ്രാവശ്യം 6 ഉണ്ട്? 6ൻ്റെ ഗുണനപ്പെട്ട് ചെയ്യില്ല. അപ്പം 6 6 36 7 6 42 8 6 48 8 6 48. അപ്പം ഓരോ സംഘത്തിനും എത്ര മിഠായി വീതം കിട്ടി? 8 മിഠായി അല്ലേ? അപ്പോൾ എളുപ്പമല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യാൻ? ഇതുപോലെ തന്നെയാണ് ഈ പാഠഭാഗങ്ങളിലെ എല്ലാ ക്വസ്റ്റ്യൻസും. അപ്പോൾ അടുത്തൊരു ഇത് നോക്കുക. ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ഞാൻ ഇവിടെ ഒരു പട്ടിക നൽകിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്ലാസ്, രണ്ടാമത്തെ ആകെ മിഠായികളുടെ എണ്ണം, മൂന്നാമത്തെ ക്ലാസ്സിലെ സംഘങ്ങളുടെ എണ്ണം, പിന്നെ നാലാമത്തെ ഓരോ സംഘത്തിനും കിട്ടിയ മിഠായികളുടെ എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഒരു വർക്ക് ഞാൻ ചെയ്തുതരാം. അതിൽ 5A എന്ത് തന്നിട്ടുണ്ട്? ആകെ മിഠായികൾ 70 തന്നിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ 5 സംഘങ്ങളുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു മിഠായിൻ്റെ എണ്ണ, ഒരു സംഘത്തിന് കിട്ടിയ മിഠായികളുടെ എണ്ണം നമുക്ക് കണ്ടൂടെ? ഇങ്ങനെ എഴുതാൻ മതി. ഒരു സംഘത്തിന് കിട്ടിയ മിഠായികളുടെ എണ്ണം 70നെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? 5 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ സംഘത്തിനും കിട്ടിയ മിഠായികളുടെ എണ്ണം അറിയൂലേ? അപ്പോൾ 7 എത്ര പ്രാവശ്യം 5 ഉണ്ട്? ഒരു 5 ബാക്കി എന്ത്? 2. 2 പോവോ? ഇല്ല. ഈ 0 താഴേക്ക് ഇറക്കിയിടുക. അപ്പോൾ 20 എത്ര 5 ഉണ്ട്? 4 5 20. 4 5 20. അപ്പോൾ എന്നിട്ട് 14 മിഠായി ഉണ്ട്. ഓരോ സംഘത്തിനും 14 മിഠായി വീതം കിട്ടിയിട്ടുണ്ട്. എളുപ്പമല്ലേ ഈ ക്വസ്റ്റ്യൻസ്? ഇതുപോലെ അടുത്ത ഒരു ചോദ്യം കൂടി. 6A എന്ന് പറഞ്ഞാൽ ആകെ മിഠായികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 96. പിന്നെ ക്ലാസ്സിലെ സംഘങ്ങളുടെ എണ്ണം തന്നിട്ടില്ല. പിന്നെ എന്താ തന്നിട്ടുള്ളത്? ഓരോ സംഘത്തിന് കിട്ടിയ മിഠായികളുടെ എണ്ണമാണ് തന്നിട്ടുള്ളത്. 8 മിഠായി വീതം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സംഘങ്ങളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? ആകെ കിട്ടിയ മിഠായികളുടെ എണ്ണത്തിന് ഓരോ സംഘത്തിനും കിട്ടിയ മിഠായികളുടെ എണ്ണം കൊണ്ട് എന്ത് ചെയ്യാൻ മതി? ഹരിച്ചാൽ മതി. അത് ആകെ എത്രയാണ്? 96 ഉണ്ട്. അതിനെ നമുക്ക് എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? ഓരോ സംഘത്തിന് എത്ര കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞ് 8 എണ്ണം വീതം കിട്ടിയിട്ടുണ്ട്. 8 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് കിട്ടും? 9 ഒരു 8 8. ബാക്കി 9 ന്ന് 8 കുറച്ചാൽ 1. 1 8 പോവോ? ഇല്ല. അപ്പോൾ 6 എന്ത് ചെയ്യുക? താഴേക്ക് ഇറക്കിയിടുക. 14 എത്ര 8 ഉണ്ട്? 2 8 16. 16 0. അപ്പോൾ എന്ത് കിട്ടും? 12 സംഘങ്ങളാണെന്ത് ആ ക്ലാസ്സിലുള്ളത്. അപ്പോൾ മനസ്സിലായില്ല ഈ ഒരു പാഠഭാഗത്തിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. അതിൽ 6Bയിലും 6Cത്തെയും 2 ചോദ്യങ്ങളും കൂടി ഉണ്ട്. അതെന്ത് ചെയ്യും? എല്ലാവരും അസൈൻമെൻ്റ് ആയിട്ട് ചെയ്തിട്ട് വരണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്തത്, അമൽ കടയിൽ നിന്ന് 6 നോട്ട് പുസ്തകങ്ങൾ വാങ്ങിച്ചു. എല്ലാറ്റിനും ഒരേ വിലയാണ്. 100 രൂപ കൊടുത്തപ്പോൾ കടക്കാരൻ 4 രൂപ തിരിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു നോട്ട് പുസ്തകത്തിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അമൽ കടയിൽ പോയിട്ട് എന്ത് ചെയ്ത്? 100 രൂപ കൊടുത്തു. അതിന് 6 പുസ്തകങ്ങളാണ് വാങ്ങിച്ച്. അതിൽ ബാക്കി എത്ര കൊടുത്ത്? കടക്കാരൻ 4 രൂപ തിരിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു നോട്ട്ബുക്കിൻ്റെ വിലയാണ് കാണാനുള്ളത്? നമുക്ക് കണ്ടൂടെ? ആദ്യം ഇതിൽ നോക്കൂ. ആദ്യം അമൽ നൽകിയ തുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 രൂപയാണ് അല്ലേ അമൽ കൊടുത്ത് കടക്കാരനെ. അടുത്ത ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യണം. രണ്ടാമത്തെ, അമലിന് നൽകിയ ബാലൻസ് തുക എത്രയാണ്? 4 രൂപ അല്ലേ? കടക്കാരൻ 100 കൊടുത്തപ്പോൾ 4 രൂപ തിരിച്ചു നൽകി. അങ്ങനെയാണെങ്കിൽ 6 നോട്ട് പുസ്തകങ്ങളുടെ ആകെ വില എത്രയായിരിക്കും? അമൽ നൽകിയ തുക കുറക്കണം അമലിന് ബാലൻസ് കിട്ടിയ തുക അല്ലേ?
അപ്പോൾ 100ന്ന് 4 കുറച്ചാൽ എന്താ 96. കാണില്ലേ 96. അപ്പോൾ ആകെ 6 പുസ്തകങ്ങളുടെ വില ആണ് എന്ത് 96. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടൂടെ, ഒരു നോട്ട്ബുക്കിൻ്റെ വില കണ്ടൂടെ? എന്ത് ചെയ്താൽ മതി? ആകെ പുസ്തകങ്ങളുടെ വിലയിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? എത്ര പുസ്തകങ്ങൾ, ആകെ പുസ്തകങ്ങളുടെ വില എന്ന് പറഞ്ഞാൽ 96. അതിന് എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? പുസ്തകങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ച ഒരു ബുക്കിൻ്റെ വില കിട്ടൂല നമുക്ക് എല്ലാവർക്കും. നമുക്കൊന്ന് നോക്കാം അല്ലേ. നമുക്ക് ആകെ പുസ്തകങ്ങൾ നമുക്ക് എത്രയെന്ന് അറിയാം? 96 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. അതിൽ എത്ര പുസ്തകങ്ങളാണ്? ടോട്ടൽ പുസ്തകങ്ങളുടെ എണ്ണം എത്രയാണ്? 6. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുകൂടെ, ഒരു പുസ്തകത്തിൻ്റെ വില ഹരിക്കുമ്പോൾ 9ൽ എത്ര 6 ഉണ്ട്? ഒരു 6. ബാക്കി 9ന്ന് 6 കുറച്ചാൽ 3. 3ൽ 6 പോവോ? ഇല്ല അല്ലേ. അപ്പം എന്ത് ചെയ്യും? 6നെ താഴേക്ക് ഇറക്കിയിടും. 36ൽ എത്ര 6 ഉണ്ട്? 6 6 36. 6 6 36. അപ്പോൾ നമുക്ക് ആകെ ഒരു ബുക്കിൻ്റെ വില എത്ര കിട്ടി? 16 കിട്ടി അല്ലേ. അപ്പോൾ ഓരോ ബുക്കിനും എത്ര വീതം ഉണ്ട്? 16 രൂപ വീതമാണ്. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. ഞാൻ വായിക്കാം. ഒരു മൈതാനത്തിൽ കുറേ ഓട്ടോറിക്ഷകളും കാറുകളും നിർത്തിയിട്ടിരിക്കുന്നു. എല്ലാ വാഹനങ്ങൾക്കും കൂടി 100 ചക്രങ്ങളുണ്ടെന്ന് നന്ദു പറഞ്ഞു. ഓട്ടോറിക്ഷകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 12 ഉണ്ടെന്ന് റിയാസ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കാറുകളുടെ എണ്ണം എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആകെ എന്താ അറിയാം? ആകെ ചക്രങ്ങളുടെ എണ്ണം മാത്രം നമുക്കറിയുള്ളൂ, 100 എണ്ണാണെന്ന് അറിയാം. അതിൽ ഓട്ടോറിക്ഷകൾ എത്ര ഉണ്ടെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? നന്ദു പറഞ്ഞു 12 ഉണ്ടെന്ന്. 12 എണ്ണം ഉണ്ടെന്ന് നന്ദു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കാറുകളുടെ എണ്ണമാണ് നമ്മളോട് ചോദിച്ചിട്ടില്ലേ. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അതിന് ആദ്യം എന്താ? ഓട്ടോറിക്ഷകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 12 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഓട്ടോറിക്ഷകളുടെ ചക്രങ്ങളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ഓട്ടോറിക്ഷയ്ക്ക് എത്ര ചക്രം ഉണ്ട്? 3 ചക്രമല്ലേ ഉള്ളത്. അപ്പോൾ 12 × 3. 12 ഗുണിക്കണം 3 എത്ര കിട്ടും? 2 × 3 6. 3 × 1 3. അപ്പം എന്ത്? 36. അപ്പം ആകെ എത്ര ഉണ്ട്? 36 ചക്രങ്ങളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് മാത്രം എത്ര ചക്രങ്ങളുണ്ട്? 36 ചക്രങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ആകെ ചക്രങ്ങൾ അവിടെ 100 എണ്ണമാണ് തന്നിക്കണേ. ഓട്ടോക്ക് എത്ര ചക്രങ്ങളുണ്ട്? 36 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കാറുകളുടെ ആകെ ചക്രം നമുക്ക് നോക്കിക്കൂടെ? എങ്ങനെ നോക്കാം? ആകെ ചക്രങ്ങൾ 100 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ നിന്ന് ഓട്ടോറിക്ഷകളുടെ ആകെ ചക്രങ്ങളുടെ എണ്ണം എത്രയാണ്? 36 അല്ലേ. നമുക്ക് കുറച്ചുകൂടെ. ആദ്യം 0ൽ നിന്ന് 6 കുറക്കാൻ പറ്റൂല. അപ്പോൾ എന്ത് ഇവിടെ നിന്ന് എടുക്കും. അപ്പോൾ ഇവിടെ 1 ഇങ്ങോട്ട് എടുക്കും. 10. 10ൽ നിന്ന് 6 പോയാൽ 4. ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും? 9 അല്ലേ. 9ൽ നിന്ന് 3 പോയാൽ ബാക്കി 6. അപ്പോൾ ആകെ കാറുകളുടെ ചക്രം എന്ന് പറഞ്ഞാൽ 64 എണ്ണാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് കാറുകൾ എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ അല്ലേ. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് കാറുകളുടെ എണ്ണം എങ്ങനെ നമ്മൾ കാണുക? ആകെ ചക്രങ്ങൾ 64 ആണ്. ഒരു കാറിന് എത്ര ചക്രങ്ങളുണ്ട്? 4 എണ്ണല്ലേ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഹരിച്ചാൽ മതി അല്ലേ. അപ്പോൾ 64നെ എന്ത് ചെയ്യുക? 4 കൊണ്ട് ഹരിക്കുക. 64 ഹരിക്കണം 4. 6ൽ എത്ര 4 ഉണ്ട്? ഒരു 4 4. ബാക്കി 6ൽ നിന്ന് 4 കുറച്ചാൽ 2. 2ൽ 4 പോവോ? ഇല്ലല്ലേ. അപ്പോൾ അടുത്തത് ഇറക്കിയിടുക. 4 താഴേക്ക് ഇറക്കിയിടുക. 24ൽ എത്ര 4 ഉണ്ട്? 6 4 എന്താണ്? 24. അപ്പോൾ ആകെ എത്ര കാറുകളുണ്ട്? 16 കാറുകളുണ്ട് അല്ലേ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അല്ലേ. അതിൽ ജെയിംസ് തൻ്റെ വീട്ടിലേക്ക് 2 തരം CFL ബൾബുകൾ 5 എണ്ണം വീതം വാങ്ങിച്ചു. വില കുറഞ്ഞ ബൾബിന് ഒന്നിന് 85 രൂപയാണ് നൽകിയത്. ആകെ വില 1000 രൂപയായി. വില കൂടിയ ബൾബുകൾക്ക് ഒന്നിന് എന്താണ് വില? അതാണ് ചോദ്യം. എന്താണ്? ആകെ 2 തരം CFL ബൾബുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ എന്താണ് വില കുറഞ്ഞതിന് എത്ര രൂപയാണ്? 85 രൂപയാണ്. അങ്ങനത്തെ 5 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വില കൂടിയതിൻ്റെ വില എത്രയാണെന്നാണ് ചോദിക്കണത്. നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഒരു വില കുറഞ്ഞ ബൾബിൻ്റെ വില എത്രയാണ്? 85 രൂപ അല്ലേ. അങ്ങനെയാണെങ്കിൽ 5 എണ്ണത്തിനെ കാണാൻ എന്ത് ചെയ്താൽ മതി? 85 × 5 ചെയ്താൽ പോരെ. 5 5 25. ബാക്കി 2 ഇവിടെ. 8 5 40. 40 കൂടെ 2 കൂടി കൂട്ടിയാൽ 42. അപ്പോൾ എത്രയായി? ആകെ എത്രയായി? 425 രൂപ. അപ്പോൾ വില കുറഞ്ഞതിന് മാത്രം എത്രയായി? 5 എണ്ണത്തിന് 425 രൂപയായി അല്ലേ. അങ്ങനെയാണെങ്കിൽ ആകെ തുക എത്രയായി? നമ്മൾ കൊടുത്തിരിക്കുന്നത് 1000 രൂപ കൊടുത്തിട്ടുണ്ട്. വില കുറഞ്ഞതിന് മാത്രം എത്രയായി? 425 ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വില കൂടിയതിനെ കണ്ടൂടെ? എന്ത് ചെയ്താൽ മതി? 1000 കുറക്കണം 425. ഇതെങ്ങനെ ചെയ്യാം?
1 നിന്ന് ഇങ്ങോട്ട് കൊടുക്കും. ഇവിടെ 9, ഇവിടെ 9, ഇവിടെ 10. 10 നിന്ന് 5 പോയാൽ 5, 9 നിന്ന് 2 പോയാൽ 7, 9 നിന്ന് 4 പോയാൽ 5. അപ്പോൾ ആകെ 5 എണ്ണത്തിൻ്റെയും കൂടി വില എത്രയാണ്? 575. അപ്പോൾ വില കൂടിയ 5 ബൾബിൻ്റെ വില എത്രയെന്ന് പറഞ്ഞാൽ 575. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടൂടെ? ഒരു വിലയേറിയ ബൾബിൻ്റെ വില കണ്ടൂടെ? അതെങ്ങനെ കാണാം? 575 എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? 5 കൊണ്ട് ഹരിച്ചാൽ പോരെ? ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ? 575 ഹരിക്കണം 5. ഒരു 5 5, ബാക്കി ഇവിടെ 0, ഇവിടെ 7. 7 എത്ര 5 ഉണ്ട്? ഒരു 5 5, ബാക്കി 2 ഉണ്ടാവും. 5 താഴേക്ക് ഇറക്കി വിടാം. 25 എത്ര 5 ഉണ്ട്? 5 5 25. അപ്പോൾ ആകെ ഒന്നിൻ്റെ ഒരു വില കൂടിയ ബൾബിൻ്റെ രൂപ എത്രയാണ്? 115 രൂപ അല്ലേ? അങ്ങനെ എത്ര എണ്ണം വാങ്ങിച്ചിട്ട്? 5 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യൻസ് കിട്ടാനും ചെയ്ത് നോക്കിക്കൂടെ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അല്ലേ? ഒരു അതിവർഷത്തിൽ എത്ര ആഴ്ചകൾ ഉണ്ട്? ബാക്കി എത്ര ദിവസങ്ങളുണ്ട്? അതാണ് ചോദ്യം. നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ ഒരു വർഷത്തിൽ എത്ര ദിവസം ഉണ്ട്? നമുക്ക് എല്ലാവർക്കും അറിയാം, 365 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അപ്പോൾ അതിവർഷം എന്ന് പറഞ്ഞാൽ എന്താ? 4 വർഷം കൂടുമ്പോൾ എന്താ? ഫെബ്രുവരി 29 ആവുന്നുണ്ടല്ലേ? അപ്പോൾ ഒരു ദിവസം അവിടെ കൂടുന്നില്ലേ? അങ്ങനത്തെ വർഷങ്ങൾക്കാണ് എന്ത് പറയുന്നത്? അതിവർഷം എന്ന് പറയുന്നത്. ആകെ നമുക്ക് 365 ആണുള്ളത്. അതിൻ്റെ കൂടെ ഒരു ദിവസം കൂടി കൂടില്ലേ? ഫെബ്രുവരി 29 ആകുമ്പോഴേ അങ്ങനെ അപ്പോൾ എന്ത് ചെയ്യും? 366 ലഭിക്കും. അങ്ങനത്തെ വർഷത്തിനാണ് എന്ത് പറയുന്നത്? അതിവർഷം എന്ന് പറയുന്നത്. അപ്പോൾ അതിവർഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം അറിയണം. എന്നാൽ എന്ത് ഈ കണക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഒരു വർഷത്തിൽ 365 ദിവസമുണ്ട്. അതിവർഷത്തിൽ ആകെ ദിവസങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 366 അല്ലേ? കാണില്ല നിങ്ങളെ? അടുത്തത് ആഴ്ചയിലെ ദിവസങ്ങളുടെ എണ്ണം എത്ര ഉണ്ട്? ഒരു ആഴ്ചയിൽ എത്ര ദിവസങ്ങളുണ്ട്? 7 ദിവസങ്ങളുണ്ട് അല്ലേ? അതെല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ എന്താ? അതിവർഷത്തിലെ ആഴ്ചകളുടെ എണ്ണം നമുക്ക് എങ്ങനെ കാണാം? അതിവർഷത്തിലെ ആകെ ദിവസങ്ങളുടെ എണ്ണം ഹരിക്കണം എന്ത് ചെയ്താൽ മതി? ആഴ്ചയിലെ ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ പോരെ? അതെന്ത് ചെയ്താൽ മതി? 366നെ 7 കൊണ്ട് ഹരിക്കാം. ഇങ്ങനെ ഹരിക്കാം. 3ൽ 7 പോവില്ല. അപ്പോൾ ആദ്യത്തെ 2 സംഖ്യ എടുക്കാം. 36ൽ എത്ര 7 ഉണ്ട്? 5 7 35 ആണെന്ന് അറിയാം അല്ലേ? ബാക്കി 6 1 പോയാൽ 6 5 പോയാൽ 1, 6 ഇറക്കിടുക. 16ൽ എത്ര 7 ഉണ്ട്? 2 7 14. ബാക്കി ഇവിടെ എത്ര കിട്ടും? 2. അപ്പോൾ എന്താണ്? ശിഷ്ടം 2 കിട്ടുന്നുണ്ട്. അപ്പോൾ ആകെ എത്ര ആഴ്ചകളുണ്ട്? 52 ആഴ്ചകളുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടില്ലേ? ബാക്കി വന്ന ദിവസങ്ങളുടെ എണ്ണം ചോദിച്ചിട്ടില്ലേ? അത് എത്രയായിരിക്കും? 2 ദിവസം കൂടി അവിടെ വരും. 52 ആഴ്ചയും 2 ദിവസം വരും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അതിവർഷം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അത് എത്ര ദിവസങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു കണക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഭാഗം വയ്ക്കലുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്തതില്ലേ? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ല ഭാഗം വെക്കണ ചെറിയൊരു ആശയം മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യുക? എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാം. ഇനി അടുത്ത നമ്മൾ ഇതിൽ 5ാമത്തെ ക്ലാസ്സിലെ 4ാമത്തെ പാഠഭാഗമാണ് നോക്കുന്നത്, വൃത്തങ്ങൾ. അപ്പോൾ എന്താണ് വൃത്തം എന്ന് നമുക്ക് ആദ്യം നോക്കാം അല്ലേ? അപ്പോൾ ഒരു ബിന്ദുവിന് ചുറ്റും തുല്യ അകലത്തിൽ ഉള്ള അനേകം ബിന്ദുക്കൾ ചേർത്ത് വരയ്ക്കുന്ന വരയ്ക്കാണ് എന്ത് പറയുക? വൃത്തങ്ങൾ എന്ന് പറയണേ അല്ലേ? അപ്പോൾ ജസ്റ്റ് ഒരു വട്ടം വരച്ച വൃത്താവോ? ഇല്ല. ഒരു ബിന്ദു കറക്റ്റ് സെൻറ്ററിൽ വേണം. അതിന് ചുറ്റും തുല്യ അകലത്തിലുള്ള എന്ത് ചെയ്യുക? അനേകം ബിന്ദുക്കൾ ചേർന്നിട്ടുള്ള വരയ്ക്കാണ് എന്ത് പറയണത്? ബിന്ദുക്കൾ വൃത്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വൃത്തം വരയ്ക്കാൻ നമ്മൾ ജ്യാമിതീയ പെട്ടിലൊരു ഉപകരണം ഉണ്ട്. ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ഏതാണത്? കോമ്പസ് അല്ലേ? കോമ്പസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യല്? വൃത്തം വരക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം വൃത്തം വരക്കാനേ. അതിൽ വൃത്തത്തിൽ പറയുമ്പോൾ വൃത്തകേന്ദ്രമാണ് അതിൽ കാര്യമായിട്ടുള്ളത്. വൃത്തകേന്ദ്രം എന്ന് പറഞ്ഞാൽ വൃത്തത്തിൻ്റെ മധ്യബിന്ദുവിനെയാണ് എന്ത് പറയല്? വൃത്തകേന്ദ്രം എന്ന് പറയുന്നത് അല്ലേ? അടുത്തത് ആരം. ആരം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്കുള്ള അകലത്തെ വൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും കാണുന്നില്ലേ ഒരു ചിത്രം? ഇതിൽ കേന്ദ്രത്തിൽ നിന്ന് എന്താണ് വൃത്തത്തിലേക്കുള്ള അകലത്തെയാണ് എന്താ പറയുന്നത്? വൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വൃത്തത്തിൽ ഞാൻ എന്ത് ഇവിടെ 6 അടയാളപ്പെടുത്തി. അതാണ് എന്ത്? ആരം. അടുത്തത് വ്യാസം. വ്യാസം എന്ന് പറഞ്ഞാൽ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന വരയ്ക്കാണ് എന്ത് പറയുന്നത്? വ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ കേന്ദ്രത്തിൽ കൂടി തന്നെ പോകണം, എന്നാലേ എന്താവുള്ളൂ? വ്യാസാവുള്ളൂ. ഈ വരയ്ക്കാണ് എന്താണ്? ഏറ്റവും നീളം കൂടുതൽ. അപ്പോൾ നമുക്ക് വൃത്തത്തിൽ കൂടി നമുക്ക് എങ്ങനെ വരക്കാമല്ലോ അല്ലേ? ഇതൊരു വൃത്തമാണ്. വൃത്തം വരക്കുമ്പോൾ എല്ലാവരും കോമ്പസ് ഉപയോഗിച്ച് വരക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ വൃത്തം വരക്കുമ്പോഴേ
ഒരു വൃത്തം വരച്ചു, ഒരു മധ്യബിന്ദു ഉണ്ടാവും. ഇതിനാണ് റേഡിയസ്, ആരം എന്ന് പറയുന്നത്. എന്താണ് പിന്നെ വ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ കൂടി അല്ലേ ഒരു വൃത്തം വരക്കുക. എല്ലാവരും കോമ്പസ് ഉപയോഗിച്ച് വരക്കണം കേട്ടോ. കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന വരക്കാണ് എന്ത് പറയണത്? വ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വരക്കാണ് എന്തിന് ഏറ്റവും നീളം കൂടുതൽ അല്ലേ. അപ്പോൾ ഈ വൃത്തത്തിൻ്റെ ഭാഗത്ത് എത്ര തന്നെ ഉള്ളൂ? വൃത്തം എന്താണ്, പിന്നെ അതിൽ മധ്യബിന്ദു, ആരം, വ്യാസം, ഇത് വെച്ചിട്ടുള്ള കണക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.